ഈ ആലപ്പുഴ ജില്ല പൊതുവെ ഒന്ന് നടുങ്ങി നിൽക്കുകയാണ്. അടുത്തുള്ള ജില്ലകളിൽ തന്നെ കാണാതായവരും കൂടി ഇയാളുടെ വലയിലായിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ബാക്കി നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ് നമുക്ക് കേൾക്കാം. സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ജനങ്ങൾ എന്താണ് സുഹൈൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? കാരണം അമ്പരപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നല്ലവനായ ഉണ്ണി എന്നൊരു കഥാപാത്രം ഉണ്ടാകും. സെബാസ്റ്റ്യൻ ഈ പള്ളിപ്പുറക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നല്ലവനായ ഉണ്ണിയായിരുന്നു കുറെ കാലമായിട്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ 2017 വരെയാണ് സെബാസ്റ്റ്യന്റെ ആ നല്ല കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നല്ലവനായ വ്യക്തി എന്ന അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ സെബാസ്റ്റ്യന്റെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു രൂപം, ആ ഒരു വ്യക്തിത്വം, അത് തന്റെ കപടതയും ക്രൂരതയും മറച്ചുവെക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണെന്ന് പിന്നീട് ആളുകൾക്ക് തിരിച്ചറിയുകയായിരുന്നു. ഈ സെബാസ്റ്റ്യന്റെ ഒരു കരിയർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ബസ്സിൽ ക്ലീനറൊക്കെയായി ജോലി ചെയ്ത ആളാണ്. പിന്നീട് ബസ് ഡ്രൈവറായി മാറി, പിന്നീട് ചെറിയ കാർ ഡ്രൈവറായി മാറി. 2010 പെട്ടെന്ന് ഇങ്ങനെ ഈ ദിവസവേതന കൂലിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സെബാസ്റ്റ്യൻ 2010 ഒരു JCB മുതലാളി ആവുകയാണ്. 2011 കൂടി ഭൂസ്വത്തുകളുടെ ഉടമ കൂടിയാകുന്നു. ആ ഘട്ടത്തിലാണ് നമുക്കറിയുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ മേഖല വ്യാപിച്ചു തുടങ്ങിയത്. ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപിച്ചു തുടങ്ങിയ സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണമുണ്ടാക്കിയെന്നാണ് ആളുകൾ കരുതിയിരുന്നത്. പക്ഷെ അവിടെയും സെബാസ്റ്റ്യന്റെ ചില നുറുങ്ങുവിദ്യകൾ, ചില കുതന്ത്രങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2003 മുതൽ സെബാസ്റ്റ്യനുമായി പരിചയത്തിലുണ്ടായിരുന്ന ഈ തിരോധാന കേസുകളുടെ ക്രോണോളജി തുടങ്ങുന്നത് തന്നെ ബിന്ദു പത്മനാഭൻ കേസിലാണ്. ഈ ബിന്ദുവുമായി ബന്ധപ്പെട്ട് 2003 തൊട്ട് ഈ പറയുന്ന സെബാസ്റ്റ്യന് ബന്ധമുണ്ട്. 2011 ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപ വില വരുന്ന എറണാകുളം നഗരത്തിലെ ഒരു സ്ഥലം ഈ പറയുന്ന സെബാസ്റ്റ്യൻ തന്റെ പേരിലേക്ക് മാറ്റി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സ്ഥലം മാറ്റി കഴിഞ്ഞ സമയത്ത്, സ്ഥലം കൈമാറ്റ സമയത്ത് ബിന്ദുവിന് പകരം അവിടെ ബിന്ദുവിന്റെ പേരിൽ ഒപ്പിടാനെത്തിയത് മറ്റൊരു സ്ത്രീയാണ്. ഇത് തന്നെയാണ് തിരോധാനത്തിന്റെ ആദ്യ സംശയം ഉറപ്പിക്കുന്നത്. 2017 ഇങ്ങനെ തന്റെ കൈവശം കൈക്കലാക്കിയ സ്വത്ത് വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യമായി ബിന്ദു പത്മനാഭ തിരോധാന കേസിൽ 2017 ഒരു കേസ് വരുന്നത്. അതാണ് പിന്നീട് അങ്ങോട്ട് സംശയമുള്ളിലേക്ക് സെബാസ്റ്റ്യനെ കൊണ്ടുവരുന്നത്. 2017 മുതലാണ് ആദ്യമായി സെബാസ്റ്റ്യന്റെ FIRൽ ഇടം പിടിക്കുന്നത്, ഒരു കേസിൽ പ്രതിയാകുന്നത്. 2017 ശേഷം ഈ പറയുന്ന സെബാസ്റ്റ്യൻ നല്ല ഉണ്ണി അല്ലെങ്കിൽ നല്ലവനായ ഒരു വ്യക്തിത്വം എന്ന ആ ഒരു ബ്രാൻഡ് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ അങ്ങനെ വരാറില്ല. ഭാര്യ വീടായ കോട്ടയം ഏറ്റുമാനൂരിലായിരുന്നു സ്ഥിരം താമസം. അതിന് പിന്നാലെയാണ് നാട്ടുകാർ ഓരോ വിഷയങ്ങളുമായി സെബാസ്റ്റ്യന്റെ പെരുമാറ്റമടക്കം പരിശോധിച്ചു വന്നത്. സെബാസ്റ്റ്യൻ പലപ്പോഴും ഇത്തരത്തിൽ സെബാസ്റ്റ്യന്റെ നമ്മൾ ഈ പറയുന്നത് പോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ബിന്ദു, ഐഷ, സിന്ധു, ജൈനമ്മ, ഈ 4 സ്ത്രീകൾക്ക് തമ്മിൽ ഒരു ചില പൊതുഘടകങ്ങളുണ്ട്. ഇവരെല്ലാം ഒന്നെങ്കിൽ വിവാഹമോചിതരോ അല്ലെങ്കിൽ അവിവാഹിതരോ ഭർത്താവ് മരിച്ചവരാണ്. പക്ഷെ ഇവർക്കൊക്കെ ചെറിയ രീതിയിൽ സമ്പത്തുണ്ട്. അത് വലിയ കോടിക്കണക്ക് ആസ്തിയില്ലെങ്കിലും ഈ സ്വർണവും സ്വത്തും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനടി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഉടനടി പരാതി കൊടുക്കാനോ അടുത്ത ബന്ധുക്കളില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് സെബാസ്റ്റ്യന്റെ ഈ കുറ്റകൃത്യ വാസനയും വളർത്തിയത്. പലപ്പോഴും പല തിരോധാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഉടൻ തന്നെയൊന്നും ബന്ധുക്കൾക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. കാരണം 2006 മുതൽ അല്ലെങ്കിൽ 2011 മുതൽ കാണാതായ എന്ന് നമ്മൾ കരുതുന്ന ബിന്ദു 2017 മാത്രമാണ് ഒരു പരാതി വരുന്നത്. അതായത് ബന്ധുക്കളെ കൃത്യമായി പറ്റിക്കാൻ, കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ സെബാസ്റ്റ്യൻ അറിയാമായിരുന്നു. ഏറ്റവും ഒടുക്കം ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യൻ പിടിയിലായതുപോലും ഇത്തരത്തിലൊരു അതിബുദ്ധി കാരണമാണ്. അതായത് ജൈനമ്മയെ കാണാതാവുകയും ജൈനമ്മയുടെ ഫോൺ പലയിടങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ജൈനമ്മയുടെ ഫോണിൽ നിന്ന് ജൈനമ്മയുടെ സഹോദരനും സഹോദരിക്കും ഫോൺ വിളികൾ വരും. പക്ഷേ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും, തിരിച്ചു വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇതിലൂടെ സെബാസ്റ്റ്യൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന കുടുംബങ്ങൾക്ക് ജൈനമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയാണ്. പക്ഷേ ഈ അതിബുദ്ധി പിന്നീട് CCTV അടക്കം പരിശോധിച്ച് ഈ പറയുന്ന കോട്ടയത്തെ തന്നെ ഈരാറ്റുപേട്ടയിലെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് സെബാസ്റ്റ്യനാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് സെബാസ്റ്റ്യൻ പിടിയിലാകുന്നു. അങ്ങനെ 2024 കേസിലാണ് സെബാസ്റ്റ്യൻ ഏറ്റവും ഒടുവിൽ പിടിയിലാകുന്നത്. ആ 2024 പിന്നോട്ടുള്ള 22 വർഷങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ 2020 സിന്ധു കേസ്, 2012 ഐഷ കേസ്, 2006 ബിന്ദു കേസ്, ഈ 3 കേസുകളാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലവനായ ഒരു വ്യക്തി എന്ന ഒരു കപടമുഖത്തിൽ ഇവിടെ ജീവിച്ചു വരുന്ന ഈ സെബാസ്റ്റ്യൻ പെട്ടെന്ന് പണമുണ്ടാക്കിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പറയേണ്ട ഈ ഒരു ടെറൈനെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ വരുന്ന ഈ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ പോക്കറ്റ് റോഡ് താണ്ടി വേണം ഇവിടെ എത്താൻ. ഈ പോക്കറ്റ് റോഡ് എന്ന് പറയുന്നത് അത്രത്തോളം ആൾവാസമില്ലാത്തൊരു ഇടമാണ്. അത് തന്നെയാണ് സെബാസ്റ്റ്യൻ ചിലപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഈ ഇടം കണ്ടുപിടിക്കാൻ, ഈ ഇടം തെരഞ്ഞുപിടിക്കാനും കാരണം. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടെ എത്തിയെന്ന കാര്യം അയൽവാസികൾ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന് നിഗൂഢത വർദ്ധിപ്പിക്കുന്നത്. 2-2.5 ഏക്കർ പരന്നു കിടക്കുന്ന വിശാലമായ പറമ്പാണ്. അതിന്റെ ഒറ്റ നടുക്കൊരു വീടാണ്. അവിടെ എന്ത് സംഭവിച്ചാലും പുറം ലോകത്ത് ആരും അറിയില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പോലും, വീടിന്റെ നമ്മൾ ഇന്നലെ അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്, അത് കണ്ടാൽ പോലും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ഇടം അത് നിഗൂഢമാണ്. എന്തെങ്കിലും ഒരു സംഭവം, നമുക്ക് നിലവിൽ ജൈനമ്മയുടെ മാത്രമാണ് കൊലപാതകം സ്ഥിരീകരിക്കാനായിട്ടുള്ളൂ. അപ്പോഴും മൃതദേഹം എവിടെയെന്ന് അറിയില്ല. മറ്റു 3 കേസുകളും തിരോധാന കേസുകൾ മാത്രമാണ്. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഇന്നലെ അടക്കം കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, വലിയ ശാരീരിക ക്ഷമതയുള്ള ഒരു വ്യക്തി കൂടിയാണ് സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേരളോത്സവം അടക്കമുള്ള നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന കായിക മേളകളടക്കം നടത്ത മത്സരത്തിലടക്കം വിജയിയായ ഒരു വ്യക്തി കൂടിയാണ്. അതായത് പ്രായത്തെ മറികടക്കുന്ന ഒരു ശാരീരിക ക്ഷമത ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഉണ്ട്. അതായത് ബുദ്ധിപരമായും ശാരീരികമായും ഏറെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുതന്ത്രശാലി കൂടിയാണ് സെബാസ്റ്റ്യൻ എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.